തൃശ്ശൂർ ജില്ലയിലെ സാമൂഹിക പ്രവർത്തന രംഗത്ത് ആദ്യകാലം മുതൽ തന്നെ, പ്രത്യേകിച്ച് മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നു വരുന്നതിനേക്കാൾ മുൻപ് തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ സാരഥികളായിരുന്ന വിവിധങ്ങളായ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിമന്യ പിതാക്കന്മാർ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമനുസരിച്ച് സാമൂഹിക പ്രവർത്തന രംഗത്ത് ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കാണുന്ന തൃശ്ശൂർ അതിരൂപതയിലെ വിവിധ സാമൂഹിക സേവന പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, കുണ്ടുകുളം മെമ്മോറിയൽ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം, നിത്യരോഗികൾക്ക് വേണ്ടിയുള്ള പീസ് ഹോം, പ്രായമായവരെ വൃദ്ധരായ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്രൈസ്റ്റ് വില്ല പുവർ ഹോം, അതുപോലെ തന്നെ അൺവെഡഡ് മദേഴ്സിന് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള പുല്ലഴിയിലുള്ള ക്രിസ്ത്യൻ ഹോം, ഇതുപോലെയുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങൾ ഓരോ കാലഘട്ടത്തിൽ വളർന്നു വന്നതാണ്. ഇന്ന് പുതിയതായ പ്രത്യേകിച്ച് മെൻ്റലി പ്രയാസപ്പെടുന്ന, മാനസികമായിട്ട് പ്രയാസപ്പെടുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ടിം ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹിക പ്രതിബദ്ധതയാണ്. ആ പ്രതിബദ്ധതയിൽ ഊന്നി നിൽക്കുന്നതിന് സഹായകരമായിട്ടുള്ളത് ഇവിടുത്തെ അൽമായരായ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളുടെ ആവേശവും അവരുടെ ആഗ്രഹവും അഭിമന്യ പിതാക്കന്മാർ ഉൾക്കൊള്ളുകയും കാലഘട്ടത്തിനനുസരിച്ച് വിവിധ സ്ഥാപനങ്ങളിലൂടെ ഈ തൃശ്ശൂർ രൂപതയുടെ സാമൂഹിക മുഖത്തെ കാണിക്കുവാനായിട്ട് പ്രതിബദ്ധരായിരുന്നു എന്ന് തെളിവായി കാണുന്നു. ഏതൊരു പ്രദേശത്തിൻ്റെയും വികസനം എന്നതിന് സാമാന്യമായ അർത്ഥം അനവധിയായ കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഗതാഗത സൗകര്യങ്ങളുമാണെന്നിരിക്കെ അവിടങ്ങളിൽ തന്നെ പൊതുസമൂഹത്തിന്റെ പരിഗണനയ്ക്ക് പോലും വിധേയരാവാത്ത ആയിരക്കണക്കിന് മനുഷ്യരുടെ സഹവാസവും നിലനിൽപ്പും സംരക്ഷണവും സ്വയമേവ ഏറ്റെടുത്ത് അവർക്ക് അനുകൂല സാഹചര്യം ഒരുക്കുകയെന്നതാണ് തൃശ്ശൂർ അതിരൂപത മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാട്. രൂപതയുടെ കീഴിലുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരെന്ന് ലോകം ചാപ്പകുത്തിയ ജീവിതങ്ങളെ വരെ ഏറെ അഭിമാനത്തോടെയും ആത്മസന്തോഷത്തോടെയും വൈദികരും സന്യസ്തരുമടങ്ങുന്ന ഒരു പറ്റം ദൈവ ശുശ്രൂഷകർ കരുതലോടെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി സംരക്ഷിച്ചു പോരുന്നു. അതിനാൽ തന്നെ കെട്ടിടങ്ങളുടെ ആകാരഭംഗിയോ പ്രദേശത്തിന്റെ ചരിത്രമോ അല്ല, അവിടുത്തെ ജീവിതങ്ങളുടെ സൗന്ദര്യമാണ് സഭ പ്രാവർത്തികമാക്കുന്ന അടിസ്ഥാന വികസനം. അതിൻ്റെ കാഴ്ചകളാണ് തൃശ്ശൂർ അതിരൂപതയുടെ ഭംഗിയും. തൃശ്ശൂർ അതിരൂപതയുടെ ശേഷിയും ശേമുഷിയും ഏറ്റവും അധികം പ്രാവർത്തികമാക്കുന്ന ഒരു മേഖല ആത്മീയ രംഗത്തോടൊപ്പം തന്നെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തൃശ്ശൂർ അതിരൂപതയുടെ സാമ്പത്തിക ശക്തി അടക്കം വളരെയേറെ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സമൂഹത്തിൽ വേദനിക്കുന്ന വ്യക്തികളാണ് പണ്ടുകാലത്ത് മാറാരോഗമായി നിന്നിരുന്ന കുഷ്ഠരോഗികൾ. ആ കുഷ്ഠരോഗികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഡാമിയൻ ആശുപത്രി ആലപ്പാട്ട് പിതാവിൻ്റെ കാലത്ത് 1954 രൂപം കൊടുത്തത്. ലക്ഷക്കണക്കിന് കുഷ്ഠരോഗികളെയാണ് ആ സ്ഥാപനത്തിലൂടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള രോഗികളെ ശുശ്രൂഷിച്ച് സൗഖ്യപ്പെടുത്തുകയും ചിലർക്ക് നല്ല മരണത്തിന് സഹായം ചെയ്തിട്ടുള്ളത്. 1952 ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാവുക. തൃശ്ശൂർ അതിരൂപതയുടെ ഒരു ആത്മീയ സമ്പത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു നല്ല മാതൃഭവനമാണ് ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏകദേശം 600ഓളം കുഷ്ഠരോഗികളെ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു നല്ല ഭവനാണത്. 1952 ഏറ്റവും പ്രിയപ്പെട്ട മാൻസുഞ്ഞൂർ പോൾ ചിറ്റിലപ്പള്ളി അച്ഛൻ സ്നേഹപൂർവ്വം കാകദൃഷ്ടിയോടെ ദൈവപ്രേരണയാൽ ഈ ഒരു ഭവനം സ്ഥാപിക്കാൻ തയ്യാറാവുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, തൃശ്ശൂരിൻ്റെ വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന കുഷ്ഠരോഗികളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കൊരു നല്ലൊരു ഭവനം അവരെ സ്നേഹത്തോടെ പരിഗണിക്കാനും
അവർക്ക് ഭാവി സുരക്ഷിതമാക്കാനും ക്രിസ്തുവിൻ്റെ കരുണയുടെ വലിയ എക്സ്പ്രഷനായിട്ടാണ് അന്ന് അച്ഛൻ അത് തുടങ്ങുക. ഇന്ന് ഏകദേശം വർഷങ്ങളോളം കടന്നു വരുമ്പോൾ ഇന്ന് നമുക്ക് 100ഓളം പേര് സ്നേഹത്തോടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ സ്തുത്യർഹമായ സേവനവും ആതുരാലയത്തിൻ്റെ വലിയ സ്നേഹസ്പർശങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം 50ഓളം കുഷ്ഠരോഗികൾ ഇൻപേഷ്യൻ്റായും ഔട്ട് പേഷ്യൻ്റായും നമുക്കിവിടെയുണ്ട്. ഒപ്പം തന്നെ മാനസിക വൈകല്യം അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും ഇതൊരു ചിറകിൻ്റെ കീഴിൽ അഭയം നൽകുന്നൊരു സ്ഥലമാണ്. ബഹുമാനപ്പെട്ട സമരാറ്റിൻ സിസ്റ്റേഴ്സും നിർമ്മലദാസി സിസ്റ്റേഴ്സുമാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുക, അവരെ പരിചരിക്കുക. ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ചേർന്ന് അവരുടെ ഭക്ഷണങ്ങളും അവരുടെ രോഗശുശ്രൂഷയും അവരെ കുളിപ്പിക്കാനും അവരെ കെയർ ചെയ്യാനും കാണിക്കുന്ന നല്ല സന്മനസ്സുകളാണ് ഈ ഡാമി ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. ഇത് ദൈവസ്നേഹത്തിൻ്റെ വലിയ ബഹിസ്ഫുരണമായിട്ടാണ് ഞാൻ കണക്കാക്കുക. ഈശോയുടെ സ്നേഹത്തിൻ്റെ വലിയ നന്മ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുഴുവൻ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ കാലിക പ്രസക്തിയുള്ള കൊറോണ കാലഘട്ടം കടന്നു വന്നപ്പോൾ ഒരുപാട് മക്കൾ കൊറോണ ബാധിച്ച് മരിച്ചു പോയപ്പോൾ വിശുദ്ധ ഡാമിയൻ്റെ ആ വലിയ പ്രാർത്ഥന നിർഭരമായ മാതൃകയുടെ പിൻബലം കൊണ്ട് മരിച്ചുപോയ കൊറോണ പേഷ്യൻസിനെ സ്നേഹപൂർവ്വം ഇവിടുത്തെ ഡാമിയൻ ക്രമറ്റോറിയത്തിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരം പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ദഹിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 100ഓളം വരുന്ന മൃതദേഹങ്ങൾ ഇവിടെയാണ് നാം ദഹിപ്പിക്കുകയുണ്ടായത്. ഇവിടുത്തെ സാമ്പത്തിക സ്രോതസ് വളരെ ചുരുങ്ങിയതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഷ്ഠരോഗികളെയും മാനസിക രോഗികളെയും നോക്കാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും ഈ കാലഘട്ടത്തിൽ ഡാമി ഇൻസ്റ്റിറ്റ്യൂട്ടിനില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നൊരു ചിന്തയാണ് ഞങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനമായി കൃഷിയിലൂടെ മാത്രമാണ് ഞങ്ങൾക്കുള്ള ഒരു അന്നത്തെ ആഹാരം കഴിച്ചു പോകാനുള്ള വക ഞങ്ങൾക്ക് ലഭിക്കുക. ഒപ്പം തന്നെ ചെറിയ തോതിലുള്ള റബ്ബർ മരങ്ങളുടെ വെട്ടൽ വഴി ലഭിക്കുന്ന ഇൻകവും ഞങ്ങളുടെ ഇത് നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ സഹായിക്കുന്ന ഒരു മാർഗമാണ്. ഒപ്പം തന്നെ ഒരുപാട് സുമനസ്സുകൾ സ്നേഹനിർഭരയോടുകൂടെ വലിയ ഔദാര്യത്തോടു കൂടെ ഞങ്ങളെ സഹായിക്കാൻ ഇരു കൈകളും നീട്ടി കടന്നു വരുന്നുണ്ട്. അവരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ഈ സമയം ഓർത്തു പോവുകയാണ്, ഞങ്ങളുടെ നല്ല ബെനഫാക്ടേഴ്സ്. ഈ അടുത്ത കാലത്ത് പിന്നീട് വന്ന മാറാ രോഗമാണ് എയ്ഡ്സ് രോഗികൾ. ഡാമിയനിൽ തന്നെയാണ് എയ്ഡ്സ് രോഗികളെ ഒപ്പം തന്നെ ക്ഷയരോഗികളൊക്കെ പണ്ട് കാലത്ത് സഹായിച്ചിരുന്നത്. എന്നാൽ എയ്ഡ്സ് രോഗികൾ വന്നപ്പോൾ ആ ചുറ്റുഭാഗത്തുള്ള എല്ലാവരും തന്നെ അതിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുണ്ടുകുളം പിതാവിൻ്റെ ആ പ്രത്യേകമായ താല്പര്യം കണക്കിലെടുത്ത് കുണ്ടുകുളം പിതാവ് ആരംഭം കുറിക്കുകയും പിന്നീട് തൂങ്കുഴി പിതാവിൻ്റെ കാലത്ത് പെരിങ്ങണ്ടൂരിലുള്ള പ്രത്യേകിച്ച് ഗ്രേസ് ഹോം മാർ ജോസഫ് കുണ്ടുകുളം കോംപ്ലക്സിൽ എയ്ഡ്സ് രോഗികളെ സഹായിക്കാനായിട്ട് ആരംഭം കുറിച്ചു. മാർ കുണ്ടുകുളം മെമ്മോറിയൽ റിസർച്ച് ആൻഡ് റീഹബിലിറ്റേഷൻ കോംപ്ലക്സ് 1999 ഏപ്രിൽ 26 ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ഏകദേശം 1500ഓളം രോഗികളെ ഇവിടെ ഇത്രയും കാലം പരിപാലിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് ഏകദേശം 55ഓളം രോഗികൾ ഇവിടെ പരിപാലനം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ 21 പേര് കുട്ടികളുടെ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ബാക്കി 34ഓളം പേര് മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഇന്ന് ഈ സ്ഥാപനത്തിൽ അന്തേവാസികളായി കഴിയുന്നു. കുട്ടികളെ എല്ലാവരെയും തന്നെ കഴിയുന്നത്ര വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ച് വലുതാക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഡിഗ്രി വരെ പഠിച്ച് കഴിഞ്ഞവരും പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങിയിട്ടുള്ളവരും ഇന്ന് ഈ സ്ഥാപനത്തിലുണ്ട്. മുതിർന്നവരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എപ്പോഴും രോഗികളാണ് തങ്ങളെന്നുള്ള ഒരു ചിന്ത നല്ലതല്ല എന്നുള്ളത് കൊണ്ട് അവരും
തങ്ങൾക്ക് കഴിയാവുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ആരംഭം കുറിച്ചു. അവരെ ഏതെങ്കിലും തരത്തിൽ എൻഗേജ്ഡ് ആക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ആരംഭിച്ചതാണ് പശു വളർത്തൽ ഫാം. അതോടൊപ്പം തന്നെ ആട് വളർത്തലിൻ്റെ ഒരു ചെറിയ ഫാമും നമ്മൾ ആരംഭിച്ചു. കുട്ടികൾക്കും മറ്റ് സ്ത്രീകൾക്കുമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ മറ്റ് പക്ഷികൾ, കോഴി, താറാവ്, കളക്കം ഇങ്ങനെയുള്ള പക്ഷികളെയും പരിപാലിക്കുന്ന ഒരു യൂണിറ്റ് ആരംഭിച്ചു. ഇപ്പോൾ അവസാനമായി കുട്ടികൾക്ക് കുറെ കൂടി ഇഷ്ടപ്പെട്ട ഒരു സംരംഭം മുയൽ വളർത്തൽ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇവിടെയുള്ള കുട്ടികളും മുതിർന്നവരുമായ അന്തേവാസികൾ നല്ല രീതിയിൽ അവരുടെ ഭാഗത്തുനിന്നും സഹകരിക്കുന്നു. അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള അവരുടെ വാസം കഴിഞ്ഞ് ഒരുപക്ഷെ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് സ്വയം പര്യാപ്തമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഭാഗത്തുനിന്നും അവരെ പഠിപ്പിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കുറേയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു, അതിനുശേഷം കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്നു. പഠിപ്പ് കഴിഞ്ഞ് അവരെ ഏതെങ്കിലും ജോലിയിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. ആവശ്യമായവർക്ക് വീടും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി അവരെ ഒരു കുടുംബജീവിതത്തിന് അവരെ വളർത്തി അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. അത് നല്ല രീതിയിൽ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 22 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. കുട്ടികൾക്കുള്ള സ്ഥാപനം നമ്മൾ 2018 ഗവൺമെൻറ്റിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് 2018 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത്, JJ ആക്ട് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഒരു സെപ്പറേറ്റ് സ്ഥാപനമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരമാവധി നല്ല രീതിയിൽ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതും നല്ല മനുഷ്യരുടെ ഒത്തിരിയേറെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ചിലരെല്ലാം ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് താല്പര്യമെടുത്ത് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക തരുന്നു. അതല്ലെങ്കിൽ കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് ചെയ്യുന്നു. ഇങ്ങനെ പല വിധത്തിലും ഒത്തിരിയേറെ നല്ല മനുഷ്യർ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ, ഇത്രയും മനോഹരമായ ഒരു ബിൽഡിങ് അത് നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയും ശുശ്രൂഷ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നിർമ്മലദാസി സിസ്റ്റേഴ്സിൻ്റെ സന്യാസിനി സമൂഹമാണ്. ഇതിൻ്റെ ആരംഭം മുതൽ 1999 മുതൽ ഈ സന്യാസിനി സമൂഹമാണ് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെയുള്ളവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹം ഒന്നടങ്കം എയ്ഡ്സ് രോഗികളെ വളരെ അവജ്ഞയോടെ അതല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും ഇവർക്ക് ആവശ്യമായ എല്ലാ പരിചരണവും, ഇവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ഇവർക്ക് ആവശ്യമായ എല്ലാ പരിചരണവും നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ നിർമ്മല സിസ്റ്റേഴ്സാണ്. ഇന്നും അവരുടെ ശുശ്രൂഷ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സഹായമാണ്. ഇവിടെയുള്ള അന്തേവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. സമൂഹത്തിൽ വളരെയേറെ വിഷമിക്കുന്ന വ്യക്തികളാണ് പ്രായമായിട്ടുള്ളവർ. അവരെ സഹായിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ പണ്ട് മുതലേ തന്നെ, അത് ക്രൈസ്റ്റ് വേയിലും പുല്ലഴിയിലും പിന്നീട് ഹോം ഓഫ് ലവിലും മുളയത്തും അങ്ങനെ പ്രായമായിട്ടുള്ളവർക്ക് വേണ്ടി രൂപത നേരിട്ടും, പിന്നെ അതിനേക്കാൾ ഉപരി സന്യാസ സമൂഹങ്ങൾ പ്രായമായവരെ സഹായിക്കുന്ന വൃദ്ധമന്ദിരങ്ങൾ വളരെയേറെയുണ്ട്. അതിനേക്കാൾ അപ്പുറത്താണ് പുനരധിവാസ കേന്ദ്രങ്ങൾ. മാനസിക രോഗികളെ ഞാനിപ്പോൾ ഓർക്കുന്നത്
കുണ്ടുകുളം പിതാവിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഞങ്ങൾ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ കുണ്ടുകുളം പിതാവ് തൻ്റെ ഒരു ആഗ്രഹം പ്രത്യേകിച്ച് പറഞ്ഞു, എനിക്ക് ഈ സമൂഹത്തിൽ ഏറ്റവും അധികം വിഷമിക്കുന്നവർ ഇളങ്കോളുകാരാണ്. ഇളങ്കോൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പിന്നീടാണ് പറഞ്ഞത്, നല്ല മാനസിക രോഗികൾക്ക് വേണ്ടി നമുക്ക് സ്ഥാപനങ്ങളുണ്ട്, എന്നാലും കുറച്ച് മാനസിക രോഗികൾ അവരെ വീട്ടിലും നിർത്താൻ പറ്റില്ല, ആശുപത്രിയിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇളങ്കോളുകാർക്കെന്ന് വേണ്ടിയിട്ടാണ് പുല്ലയിൽ സെൻറ്റ് ജോസഫ്സ് മെൻ്റൽ ഹോം തുടങ്ങിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇന്നും ആ സ്ഥാപനം വളരെ നല്ല രീതിയിൽ തന്നെ വളരെയേറെ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഡാമിയിലും മറ്റു സ്ഥലങ്ങളും മാനസിക രോഗികളായിട്ടുള്ളവർക്കുണ്ട്. തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഏറ്റവും കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് കെയർ ഹോമാണ്. ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടെ 10-28 വർഷം മുമ്പ് ആരംഭിച്ച ഒരു കേന്ദ്രമാണ്. അഭിമന്യ കുണ്ടുകുളം പിതാവും മോൺസിഞ്ഞർ വിളങ്ങാടനച്ഛനും കൂടി തുടങ്ങി വച്ച ഒരു സംരംഭമാണിത്. വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണിത്. ഇവിടെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാനും 7 ബഹുമാനപ്പെട്ട നിർമ്മലദാസി സിസ്റ്റേഴ്സും 3 MSW സ്റ്റാഫും ആണ് ഉള്ളത്. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ആയതുകൊണ്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക. അന്തേവാസികൾ 20 പുരുഷന്മാരും 83 സ്ത്രീകളുമാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളത്. 28 വയസ്സോളം മുതൽ ഒരു ഏകദേശം 70 വയസ്സ് വരെയുള്ള പ്രായപരിധിയുള്ളവരാണ് ഇപ്പോൾ ഉള്ളത്. അഡ്മിഷൻ നമ്മൾ 18 വയസ്സ് മുതൽ ഒരു 45 വയസ്സ് വരെ ഉള്ളിലുള്ളവർക്കാണ് നൽകുക. അവരിവിടെ വന്നു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പരിശ്രമങ്ങളിലൂടെ കൗൺസിലിങ്, ആത്മീയമായ ശുശ്രൂഷ, അവരുടെ റിലാക്സേഷന് വേണ്ടിയുള്ള എക്സസൈസസ്, യോഗ, മറ്റ് കാര്യങ്ങളിലൂടെ, ചെറിയ ചെറിയ ജോലികളിലൂടെ, ഉദാഹരണത്തിന് കുട നിർമ്മാണം, സോപ്പ് നിർമ്മാണം, ഇപ്പോൾ മാസ്ക് തയ്ച്ചു കൊടുക്കൽ, മെഴുകുതിരി ഉണ്ടാക്കൽ തുടങ്ങിയ വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ ഇവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുരുഷന്മാരും സ്ത്രീകളുണ്ട്. കൂടാതെ നല്ലൊരു ഫാം ഞങ്ങൾക്കുണ്ട്. അതിൽ വിവിധ ഇനം കോഴി, മുയൽ, ഗിനിപ്പിഗ്, താറാവ് തുടങ്ങിയവയെ നോക്കാനുള്ള പരിശീലനം ഇവർക്ക് നൽകുന്നു. പുതുതായിട്ട് ഞങ്ങൾ ഇവർക്ക് എംപവർ ചെയ്യിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനും അത് ഞങ്ങളുടെ അനുദിനാവശ്യത്തിനും ഒപ്പം പുറത്തേക്ക് നൽകുവാനുമുള്ള പരിശ്രമത്തിലാണ്. ഇങ്ങനെ വിവിധങ്ങളായ വഴികളിലൂടെ ഇവരെ മാനസികമായും ആത്മീയമായും ശാരീരികമായും ഒക്കെ വളരുവാനും ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് സുമനസ്സുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ആരും അറിയാതെ തന്നെ രഹസ്യമായി ഞങ്ങളെ പണമായോ വസ്തുക്കളായോ സഹായിക്കുന്നവരുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ യാത്രയിൽ ഏറ്റവും വലിയ ഒരു ബലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി മാത്രം ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം ഒരു വ്യക്തിക്ക് ഏകദേശം 9,000 രൂപയോളം ഒരു മാസം ചിലവ് വരുന്നുണ്ട്. 103 പേര് ഏകദേശം ഞങ്ങളുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര മുന്നോട്ട് പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ വളരെ സജീവമായിട്ട് ഞങ്ങൾ പോവുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി ഇവരുടെ ജീവിതം ഏറെ ഉത്സാഹവും അതുപോലെ തന്നെ കാര്യക്ഷമമായി തീർക്കാൻ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരുപാട് അംഗീകാരങ്ങൾ ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സോഷ്യൽ സർവീസിൻ്റെയും സൈക്കോ സെൻ്ററിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ അംഗീകാരങ്ങൾ. തൃശ്ശൂർ അതിരൂപതയുടെ ശതോത്തര രജത ജൂബിലി നോക്കിയപ്പോഴാണ് കുട്ടികളിലും പ്രായമായവരിലും മറ്റുള്ളവരിലൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ മാനസിക പ്രശ്നങ്ങളുള്ള ഒത്തിരി വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയാണ് പെരിങ്ങണ്ടൂരിലെ ടിം ഹാൻസ് എന്നുള്ളത്. ശാസ്ത്രീയമായി തന്നെ മാനസിക പ്രതിസന്ധികളുള്ളവരെ സഹായിക്കാൻ വേണ്ടി ടിം ഹാൻസ് എന്ന പേരിലൊരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. തൃശ്ശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് തൃശ്ശൂർ അതിരൂപതയിലെ മാനസിക ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2010 ആശീർവദിക്കപ്പെടുകയും 2011 പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത ഒരു മാനസിക ആരോഗ്യ ആശുപത്രിയാണ് ടിം ഹാൻസ്. അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ പ്രത്യേകമായ ആഗ്രഹപ്രകാരം
തൃശ്ശൂർ അതിരൂപതയിലെ മാനസികാരോഗ്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ഏറ്റവും നല്ല രീതിയിൽ സാഹചര്യത്തിന് അനുയോജ്യമായി മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി അതിരൂപതയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് ഈ ടിം ഹാൻസ്. ടിം ഹാൻസിൻ്റെ പ്രവർത്തനങ്ങളെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളോടൊപ്പം മാനസികാരോഗ്യത്തെ സഹായിക്കാൻ ഉതകുന്ന കൗൺസിലിംഗ്, അതുപോലെ തന്നെയുള്ള മറ്റ് വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ ക്രമീകരിക്കുകയാണ്. ആഴ്ചയിൽ 3 ദിവസം OP നടക്കുന്നുണ്ട്. നമുക്ക് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ മാനസികാരോഗ്യ വിഭാഗത്തിലെ ഡോക്ടേഴ്സാണ് ഇവിടെ സേവനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആഴ്ചയിലെ മറ്റെല്ലാ ദിവസങ്ങളിലും കൗൺസിലിങ്ങിന് ആവശ്യമായ വ്യക്തികൾക്ക് കൗൺസിലിങ്ങിന് കൗൺസിലിംഗ് നടത്തി കൊടുക്കാവുന്ന ഒരു സൗകര്യവും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ 2 തരത്തിലുള്ള ചികിത്സാരീതികളും, മെഡിക്കൽ ചികിത്സാരീതിയും സൈക്കോതെറാപ്പി ചികിത്സാരീതിയും ഇവിടെ ലഭ്യമാണ്. തൃശ്ശൂർ അതിരൂപതയിലെ മറ്റ് മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകാനും ടിം ഹാൻസ് ഇന്ന് സജ്ജമാണ്. മാനസിക ആരോഗ്യ പ്രവർത്തനങ്ങളിൽ മുഖ്യമായി നമ്മൾ സഹായം നൽകുന്നത് മെൻ്റലി ഇല്ലായിട്ടുള്ള മാനസിക രോഗമുള്ളവർക്കും അതുപോലെ തന്നെ അഡിക്ഷന് വേണ്ടിയുള്ള വ്യക്തികൾക്കുമാണ് നമ്മൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. താമസിച്ചുള്ള ചികിത്സയ്ക്ക് സാധ്യതയുള്ളത്. സാധാരണ രീതിയിൽ വളരെ കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ടിം ഹാൻസിൻ്റെ ഒരു സവിശേഷത. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന രോഗികളെല്ലാം തന്നെ മാനസിക രോഗികളായിട്ടുള്ളവർ തന്നെ മറ്റ് ആശുപത്രികളിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്ന രോഗികളും നമ്മുടെ ഈ ചുറ്റുപാടിലും അകലങ്ങളിലുമുള്ള മാനസിക രോഗം അനുഭവിക്കുന്ന വ്യക്തികൾ, സാമ്പത്തികമായിട്ട് ക്ലേശിക്കുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനം വളരെ ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ടിം ഹാൻസ്. ഒപ്പം നമുക്ക് മാനസിക ആരോഗ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സൈക്കോതെറാപ്പി നടത്താൻ, കൗൺസിലിംഗ് നടത്താനായിട്ട് നമ്മുടെ ഇടവകകളിൽ നിന്നും മറ്റു നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ സഹായത്തിനായിട്ട് നമ്മുടെ അടുത്ത് സമീപിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കും നമ്മൾ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും നല്ല രീതിയിൽ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് തൃശ്ശൂർ അതിരൂപത ടിം ഹാൻസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാവപ്പെട്ടവർക്ക്, ഒരുപാട് ആരോഗ്യം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവർക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു ആശുപത്രിയാണ് ടിം ഹാൻസ്. തീർച്ചയായിട്ടും ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യ മേഖലയാണ് മാനസികാരോഗ്യം. എല്ലാ മേഖലകളിലും രോഗങ്ങളിൽ വലയുന്നവർക്കൊക്കെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ടിം ഹാൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടുകളിലൊക്കെ മനഃശാസ്ത്രപരമായ ഏത് സമീപനത്തെയും വളരെ ഏറെ അകൽച്ചയോടെ അല്ലെങ്കിൽ ഒരു ഭയത്തോടെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയായിരുന്നു നമ്മൾ. പക്ഷേ ഇന്ന് ആ കാലഘട്ടം മാറി മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യത്തിൽ ടിം ഹാൻസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ടിം ഹാൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ 2 വർഷത്തിൽ എൻ്റെ അനുഭവത്തിൽ, ഞാനിവിടെ 4.5 വർഷമായിട്ട്, പ്രത്യേകിച്ച് ഈ അവസാന 2 വർഷങ്ങളിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സേവനം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞു. നമ്മളിതുവരെ ഇവിടെ ഈ ടിം ഹാൻസിൻ്റെ പ്രവർത്തനങ്ങൾ കോവിഡ് കാരണം അടച്ചിടാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും ഈ സമയത്താണ് മാനസിക ആരോഗ്യം ആവശ്യമുള്ളത്, മാനസികമായ സമ്മർദ്ദത്തിൽ ആകുന്ന സമയമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്നൊരു സാഹചര്യം സൃഷ്ടിക്കലാണ് ടിം ഹാൻസ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശൂന്യമായ കരങ്ങൾ, തുരുമ്പിച്ച സ്വപ്നങ്ങൾ, വാഴ്ത്തുപാട്ടുകളില്ലാത്ത ജീവിതചക്രം, അവയ്ക്കെല്ലാം പുതുശ്വാസമേകുന്ന അനേകം തണലുകളാണ് തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിൽ. അടിസ്ഥാനമായി മനുഷ്യരെ അലട്ടുന്ന എല്ലാ വിങ്ങലുകളെയും സ്നേഹത്തോടെ തലോടുവാനും ആശ്വസിപ്പിക്കുവാനും കെൽപ്പുള്ളവ. വിമർശനങ്ങളും കല്ലെറിയലുകളും ഏറെ ഏൽക്കേണ്ടി വന്നപ്പോഴും അതൊന്നും വകവയ്ക്കാതെ തങ്ങളെ നയിക്കുന്ന ക്രിസ്തുനയം അതിൻ്റെ സർവ്വ സൗന്ദര്യത്തോടെയും പ്രാവർത്തികമാക്കുവാൻ ശേഷിയുള്ളവ. തുടർക്കാഴ്ചകളിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് അവയുടെ മഹത്വത്തെക്കുറിച്ചാണ്, അതിശയോക്തി ഒട്ടുമേയില്ലാതെ.